അല്ല മൈക്കൊക്കെ ഇപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൽ ഈ നിലവിലുള്ള കാര്യത്തെ പറ്റിയാണ് ഇനി ഞാൻ പറയുന്നത്. വളരെ കൂടുതൽ സമയം എടുത്തു പോകുന്നത് ശരിയല്ല. ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി, നല്ല മൂട് പറവച്ച. സകല വിധ സൗകര്യങ്ങളോടും കൂടി താമസിക്കുന്നവരാണ് മന്ത്രിമാർ എന്നാണല്ലോ സാധാരണ ജനങ്ങളൊക്കെ കണക്കാക്കുന്നത്. ഞാൻ ഇതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്. കേരളം അറിയാത്ത രഹസ്യം, ഇന്ത്യ അറിയാത്ത രഹസ്യം. അപ്പോൾ ആ മന്ത്രിമാർ താമസിക്കുന്ന ചില വീടുകളുടെ അവസ്ഥ നോക്കണം എന്താണെന്ന്. അതാ നിന്റെ വിഷമം? അല്ല പിന്നെ നിങ്ങൾ രാവിലെ ഇടേണ്ട ഷർട്ടൊക്കെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഇസ്ത്രീട്ടൊക്കെ വെക്കുമല്ലോ. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. അങ്ങനെ വെച്ചു വിചാരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും അതിൻ്റെ മേലെ ഒരു വെള്ളം വരുന്നു. എന്നിട്ട് ഏതാ വെള്ളം? മരപ്പെട്ടി മൂത്രമൊഴിച്ചതാണ്. നിങ്ങൾക്ക് സ്വന്തം കിടപ്പുമുറിയിൽ ഒരു ഗ്ലാസ് വെള്ളം വിശ്വാസത്തിൽ ഇങ്ങനെ വെക്കാൻ പറ്റില്ല. എല്ലാവരും സ്വീകരിക്കും, മലയാളികൾ എല്ലാവരും സ്വീകരിക്കും. ഇതാ ഇനി എനിക്ക് സംസാരിക്കുന്ന താല്പര്യമില്ല. അതെടുത്ത് കുടിക്കാൻ അടച്ചു തന്നെ വെച്ചിരിക്കണം. പിന്നെ എപ്പോഴാണ് ഈ സാധനം ഇതിനകത്ത് വീഴുക എന്നുള്ളത് സംശയിക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെയുള്ള എത്ര വീടുകൾ നമുക്കുണ്ട്. ക്ലിഫ് ഹൗസ് ഏതായാലും അങ്ങനെയല്ലേ വന്നാണ്. ഈ പറഞ്ഞത് വേറെ എവിടെന്നെങ്കിലും കേട്ട അനുഭവമല്ല, എൻ്റെ അനുഭവത്തിലുള്ള കാര്യമാണ് പറയുന്നത്. ഇനി നീ എങ്ങാനും തേച്ച് വെച്ച ഷർട്ടിനും മുണ്ടിലുമൊക്കെ ഈ പറയുന്ന മരപ്പെട്ടി മൂത്രം വന്നു വീഴും. തേച്ച് വെച്ച ഷർട്ടിനും മുണ്ടിലുമൊക്കെ ഈ പറയുന്ന മരപ്പെട്ടി മൂത്രം വന്നു വീഴും. അങ്ങനൊരു അവസ്ഥ. Why are you disturbing my peace? I'm very clear about it. This is wrong. എത്രയോ കാലമായിട്ട് നിൽക്കുന്ന കെട്ടിടങ്ങൾ നമ്മൾ അറ്റകുറ്റപ്പണിക്ക് ഭയപ്പെട്ട് നിൽക്കുകയാണ്. അത് ഇവിടെ അങ്ങനെ എന്താ ഉദ്ദേശിച്ചു? ഉള്ളിൽ അർത്ഥമുണ്ട്, അതൊന്ന് ആലോചിച്ച് നോക്ക്.